കോതമംഗലത്ത് TDC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ അന്വേഷണം NIAക്ക് വിടണമെന്ന് സീറോ മലബാർ സഭ. സംഭവത്തിൽ തീവ്രവാദ ബന്ധം സംശയിക്കാൻ കാരണമുണ്ടെന്ന് സഭാ വക്താവ് ജെയിംസ് കൊക്കവയലിൽ വ്യക്തമാക്കി. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഏറെ വേദനയോടെയാണ് കേട്ടത്. അതേസമയം പെൺകുട്ടി സീറോ മലബാർ സഭാംഗമല്ല. യാക്കോബായ സുറിയാനി സഭാ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം കോട്ടയത്ത് ആവശ്യപ്പെട്ടു. ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളൊരു പ്രസ്താവനയാണ് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. അത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മയുടെ നിലപാടും അതുതന്നെയായിരുന്നു. നമ്മൾ വാർത്തകളിൽ അത് കണ്ടു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാടാണ് അമ്മയും സ്വീകരിച്ചത്. അപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഭയുടെ സമുദായ സംഘടന കത്തോലിക്ക കോൺഗ്രസും ഈ വിഷയത്തിലെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം തീവ്രവാദ ബന്ധങ്ങള് അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ സംസ്ഥാന ഏജൻസികളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലെ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇതിലെ തീവ്രവാദ ബന്ധങ്ങളെ സംശയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയെ കൊണ്ടുപോയി പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. പാനായിക്കുളം നേരത്തെ മുതലേ തീവ്രവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടപെടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് വളരെ വേദനയോടുകൂടിയാണ് വായിച്ചു കേട്ടത്. ഇനി ഒരു പെൺകുട്ടിക്കും പ്രകാരം ഒരു വിധി ഉണ്ടാകരുത്. പ്രണയത്തിന്റെ പേരില് ചതിക്കപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന വ്യക്തികളെ ചതിക്കുന്ന ഒരു സാഹചര്യങ്ങള്, നിർബന്ധമായിട്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന സാഹചര്യങ്ങള്, ഇങ്ങനെയുള്ള വിഷയങ്ങളും അതിനായിട്ട് കേരള സർക്കാരിന്റെയും കേരള പോലീസിന്റെയും ഇടയിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും അതോടൊപ്പം തന്നെ ബോധവൽക്കരണങ്ങള് നമ്മുടെ സ്കൂളുകളിൽ, നമ്മളിപ്പോൾ ലഹരിക്കെതിരെ ബോധവൽക്കരണങ്ങള് ഈ വർഷങ്ങളിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചതികളെ കുറിച്ചുകൂടെയൊക്കെയുള്ള ബോധവൽക്കരണങ്ങള് തീർച്ചയായിട്ടും നടക്കണം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ടൊന്നുള്ളതല്ല. പലപ്പോഴും ഒത്തിരിയേറെ ചതികള് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടികളെ വഞ്ചിക്കപ്പെടുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളും ഒത്തിരിയേറെ ആത്മഹത്യകളും നമ്മൾ കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പും ഒക്കെ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല. വീട്ടുകാരും നാട്ടുകാരും നോക്കുമ്പോൾ ഒരു കാരണവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൗൺസിലിങ്, എല്ലാ കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്ന കുട്ടികൾക്ക് വരെയുള്ള കൗൺസിലിങ്ങുകൾ സ്കൂളുകളിൽ നിർബന്ധമായിട്ട് കൊടുക്കണം. ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവം, അതായത് കൊച്ചുകുട്ടികളോട് അവരുടെ എക്സ്പീരിയൻസ് ഓരോ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ എഴുതിക്കൊണ്ട് വരാൻ സ്കൂളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു കുട്ടി അതിന്റെ അപ്പനും രണ്ടാനമ്മയും മർദ്ദിച്ച കാര്യം അത് എഴുതുകയും ടീച്ചറിന് അത് കിട്ടുകയും അത് ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയൊക്കെ ചെയ്തു. നമുക്ക് ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഇടപെട്ട് ഈ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതമായിട്ട് കൗൺസിലിങ് ഈ ഒരു ലഹരിയുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രണയത്തിന്റെ പേരിലുള്ള ചതികളുടെ വിഷയത്തിലും ഒക്കെ അത് സ്കൂളുകളിൽ തന്നെ ശക്തമായിട്ട് ക്രമീകരിക്കണം. നമ്മൾ കുട്ടികളെ